ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ചിക്കൻ ഉപയോഗിച്ചിട്ടുള്ള ഒരു റെസിപ്പി പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു വിഭവമാണ് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത്. പെല്ലാത്ത പീസ് ചിക്കൻ എടുക്കുക, അതിലോട്ട് കോൺഫ്ലവർ പൊടിയും അതേപോലെ തന്നെ ഗരം മസാല ഇട്ട് കൊടുക്കുക. അതിന്റെ കൂടെ തന്നെ നമ്മൾ അല്പം കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുമ്പോൾ എരിവ് കൂടാതെ ശ്രദ്ധിക്കണം. ഇനി ഇതിലോട്ട് കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കുക. നമ്മൾ കുരുമുളക് ചേർത്തത് കൊണ്ടാണ് കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുത്തത്. ഇനി നിങ്ങൾക്ക് എരിവുള്ള മുളക് പൊടി ആണെങ്കിൽ അതിട്ട് കൊടുക്കുക. അതേപോലെ തന്നെ അതിന്റെ കൂടെ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ അല്പം വിനെഗർ ഒഴിച്ചു കൊടുക്കുക, ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. ഇതിന്റെ കൂടെ തന്നെ അല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. ഇനി നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. എത്രത്തോളം നമ്മൾ കുഴക്കുന്നോ അത്രത്തോളം നമ്മുടെ ചിക്കനിലോട്ട് ഈ മസാല പിടിക്കാൻ എളുപ്പമാവും. ഇനി നമ്മൾ ഇത് റെസ്റ്റ് ചെയ്യാൻ ടൈം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുക. അതിനുശേഷം നമ്മൾ ഇതേപോലെ ഇരുമ്പിന്റെ ചട്ടിയിലാണ് നമ്മൾ പൊരിച്ചെടുക്കുന്നത്. നല്ല ചൂടുള്ള എണ്ണയിലോട്ട് ഇട്ടതിന് ശേഷം ഒന്ന് പൊരിച്ചെടുക്കുക. നന്നായിട്ട് ഒന്ന് പൊരിഞ്ഞ് വെട്ടുന്ന ഒരു ഹാഫ് വേവായാലും മതി. എന്നിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം. അപ്പൊ ഇതൊന്ന് ഫ്രൈ ആവുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക, ഇതിലോട്ടുള്ള ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒന്ന് റെഡിയാക്കി വെക്കുക. അപ്പൊ നമുക്ക് അല്പം വെല്ലുള്ളി ആവശ്യമുണ്ട്. ആ വെല്ലുള്ളി ഒന്ന് ജസ്റ്റ് ഒന്ന് നമ്മൾ ആദ്യം അരിഞ്ഞെടുക്കണം. അതുപോലെ തന്നെ അതിലോട്ടുള്ള ഇൻഗ്രീഡിയൻസ് നമ്മൾ ഒന്ന് റെഡിയാക്കി വെക്കുക. അപ്പോൾ ഇതൊന്ന് ഫ്രൈ ആയി വന്നതിന് ശേഷം നമുക്ക് ഈ എണ്ണയിൽ തന്നെയാണ് നമ്മൾ അത് വാട്ടിയെടുക്കുന്നത്. അപ്പോൾ ഇതൊന്ന് ഫ്രൈ ആവുന്നത് വരെ കാത്തു നിൽക്കുക. ഈ ഫ്രൈ ആയതിനു ശേഷം ഇതൊന്ന് ജസ്റ്റ് ഒന്ന് കോരി മാറ്റുക. അപ്പം നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ മാറ്റിയ ഈ എണ്ണയിലോട്ടാണ് നമ്മൾ അരിഞ്ഞു വെച്ച വെല്ലുള്ളി ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് വേറെ എണ്ണ ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എണ്ണ കൂടുതലാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കോരി വെക്കുക. എന്നിട്ട് നമ്മൾ ഇതേപോലെ ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കുക. ഉള്ളി വാടി വരുന്ന സമയത്തോട്ട് ഇതിൽ കൂടുതൽ ഇൻഗ്രീഡിയൻസിന്റെ ആവശ്യമൊന്നുമില്ല. അപ്പൊ ജസ്റ്റ് നമ്മൾ എരിവുള്ള മുളക് പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. നേരത്തെ നമ്മൾ എരിവില്ലാത്ത മുളക് പൊടി ഇട്ട് കൊടുത്തതുകൊണ്ട് ഇപ്പൊ എരിവുള്ളതാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നിങ്ങളെ കയ്യിൽ തക്കാളി സോസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കുക. ഇത് ചേർത്ത് കൊടുക്കുമ്പോൾ പ്രത്യേക ടേസ്റ്റ് ആണ്. അപ്പൊ നമ്മൾ ഒരു 2 രൂപന്റെ തക്കാളി സോസ് ഉണ്ടാവില്ല, അതിട്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ചെറിയൊരു ചിക്കന്റെ ക്യൂബിന്റെ ഒരു പീസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ചിക്കൻ ക്യൂബ് ഇട്ട് കഴിഞ്ഞാൽ പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. അതിന് വേണ്ടിയിട്ട് നമ്മൾ അതിട്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത ചിക്കനും കൂടി ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് നിങ്ങൾക്ക് മൈദദോശയാണെങ്കിൽ അതെടുക്കുക, പൊറോട്ട ആണെങ്കിൽ അതെടുക്കുക, ചപ്പാത്തി ആണെങ്കിൽ അതെടുക്കുക. ഏതാണ് നിങ്ങളുടെ കയ്യിലുള്ളത് വെച്ചാൽ അതെടുക്കുക. അപ്പൊ നമ്മുടെ കയ്യിൽ പൊറോട്ടയാണ് ഉള്ളത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്ത് അതിൽ നമ്മൾ മയോണൈസ് ജസ്റ്റ് ഒന്ന് തേച്ച് കൊടുത്തിട്ടുണ്ട്. അതിന്റെ മുകളിലോട്ടാണ് നമ്മൾ ഈ ഫില്ലിങ് ഇട്ട് കൊടുക്കുന്നത്. ഇനി നിങ്ങൾക്ക് ഇതിൽ തക്കാളി സോസ് എന്ത് ചേർക്കണമെങ്കിലും ചേർത്ത് കൊടുക്കുക. ജസ്റ്റ് നമ്മൾ ഇതിന് മുകളിൽ തക്കാളി സോസ് ഒന്ന് ഇട്ടിച്ച് കൊടുത്തതിന്റെ ശേഷം നമ്മൾ ഈ ഫില്ലിങ് ഒന്ന് ഇതിലോട്ട് നിറച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഫില്ലിങ് ഒന്ന് ഇതായതിനു ശേഷം നമുക്ക് ഇതേപോലെ തന്നെ കഴിച്ചെടുക്കാം. ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് നമ്മൾ റെഡിയാക്കി എടുക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോസിന്റെ മുഴുവൻ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. എന്റെ സംശയം ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിലൂടെ ചോദിക്കുക. ഞാൻ കാണുന്ന സമയത്ത് മറുപടി തരുന്നതായിരിക്കും. അപ്പൊ നമ്മൾ എല്ലാതും ഇതേപോലെ റെഡിയാക്കി എടുക്കണം. ഫുള്ള് ഫില്ലിങ് നമ്മൾ ഇതിൽ വെച്ചതിന് ശേഷം ജസ്റ്റ് ഒന്ന് മടക്കിയെടുക്കുക. എന്നിട്ട് കഴിച്ചു നോക്കുക. അപ്പൊ പ്രത്യേക ടേസ്റ്റ് ആവും. അപ്പൊ ഇതേപോലെ നിങ്ങൾ ട്രൈ ചെയ്തതിന് ശേഷം ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കുക. അപ്പൊ നമുക്ക് ചിക്കൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലുള്ള ഇനി പൊറോട്ട ഇല്ല എന്നുണ്ടെങ്കിൽ മൈദദോശ, ചപ്പാത്തി എന്തിന്റെ കൂടെ ആണെങ്കിൽ ഇത് പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. ഇതേപോലെ ചെയ്ത് നോക്കുക. അപ്പൊ താങ്ക് യു ഫോർ വാച്ചിങ്.